അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിപ്പോയ രണ്ട് പാവങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ്. ജാതിയും മതവും നോക്കാതെ ഇറങ്ങൽ നോർത്ത് ഇന്ത്യൻ താക്കൂർ സാറന്മാർക്ക് മനസ്സിലാവാത്ത നമ്മുടെ ശീലമാണ്. ദ റിയൽ കേരള സ്റ്റോറി. ആ മാനവ സ്നേഹത്തിന്റെ രക്തസാക്ഷി ഓട്ടോ തൊഴിലാളിയായിരുന്ന നൌഷാദിനെ പറ്റി ഇതേ വർഗീയ നാവ് കൊണ്ട് മര്യാദയോട് പറഞ്ഞപ്പോൾ അന്ന് 2015 പിണറായി വിജയൻ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം, മനുഷ്യത്വമില്ലായ്മ, വെളിവില്ലായ്മ, വർഗീയ വിഷത്തുപ്പ്, ലക്ഷ്യം കേരള തൊഗാടിയ പദവി. അന്ന് പരമത വിദ്വേഷവുമായി വെറുപ്പിന്റെ ആൾരൂപം കണക്കെ ഞെളിഞ്ഞു നടന്ന സാക്ഷാൽ പ്രവീൺ ഭായ് തൊഗാഡിയ പിന്നീട് എവിടെയോ തെരുവിൽ ബോധം കെട്ട് കിടന്നതും പഴയ കേസുകൾ കുത്തിപ്പൊക്കിയെടുത്ത് വേട്ടയാടാൻ നോക്കുന്നേ, എന്നെ ആരോ കൊല്ലാൻ നോക്കുന്നേ എന്നൊക്കെ മൂക്കും പിഴിഞ്ഞ് കരഞ്ഞു മെഴുകി അലഞ്ഞു നടന്നതൊക്കെ ഈ അടുത്ത കാലത്താണ്. മോദി ഷാ കൂട്ടുകെട്ടുമായി തെറ്റിയതാണ് കുറ്റമെങ്കിലും പറഞ്ഞ മനുഷ്യവിരുദ്ധ കാളകൂട വർഗീയതയ്ക്ക് ഒരാത്മപരിശോധനയിൽ മനുഷ്യസ്നേഹത്തിന്റെ ഉറവ് പൊട്ടുന്നെങ്കിൽ പ്രാണഭയത്തിന്റെ ആ കരഞ്ഞുമൊഴികൾ മോക്ഷത്തിന് നല്ലതാണ്. ആ താരതമ്യത്തിൽ കേരള തൊഗാടി എന്ന് വിളിച്ച പിണറായി വിജയൻ ഇപ്പോൾ ഓർത്തിരിക്കാൻ ഇടയില്ല. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയെപ്പറ്റി പച്ചക്കള്ളങ്ങൾ, വ്യാജങ്ങൾ, കേട്ടുപോയാൽ 8 തവണ കുളിച്ചാലും നാറ്റം മാറാത്ത വർഗീയത പറഞ്ഞതിന് 4-ാം നാൾ അയാളെ ആദരിക്കാൻ പൊന്നാടയുമായി സ്വീകരണ വേദിയിലേക്ക് എഴുന്നള്ളി എത്തില്ല ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രി. മൂർഖൻ പോലെ ചീറ്റിയ വർഗീയനാക്കനല്ല പ്രശ്നം, അത് കേട്ട മനുഷ്യർക്കാണെന്ന നറേറ്റീവിൽ കെട്ടവർത്താനത്തിന് നാടിന്റെ മുഖ്യമന്ത്രി അടിച്ചുകൊടുത്ത വെള്ള പെയിന്റിൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ മലീമസമാക്കുന്ന വെറുപ്പിന്റെ സർപ്പസ്വരങ്ങൾ ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്നുണ്ട് പണ്ട് പിണറായി പറഞ്ഞ അതേ കേരള തൊഗാഡിയ. ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ട ഏറ്റവും പരമ പന്നൻ എന്നൊക്കെ തെറിവിളിച്ച് CPM സുഖിപ്പിക്കാൻ നോക്കൽ അതിജീവന പ്രശ്നമാണ്. നിസ്സാര പലിശക്കെടുത്ത സർക്കാർ പണം പാവങ്ങൾക്ക്, ഇതേ ഇഴവർക്ക് ഉയർന്ന വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത കോടികളുടെ തട്ടിപ്പിലെ 1-ാം പ്രതിയാണ്. അലമാരയിലെ അഴിമതി അസ്ഥികൂടങ്ങൾ രാക്കാലങ്ങൾ പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാറേ ആ സുഖിപ്പിക്കൽ. ആ മുസ്ലിം വിരുദ്ധ വർത്താനത്തിന്റെ തുടർച്ചയിൽ ഇന്ന് കോട്ടയത്ത് വെറുപ്പിന്റെ കുന്തമനെ തിരിക്കുന്നത് ക്രൈസ്തവർക്ക് നേരെയാണ്. പാലായിലെ ഈഴവർ ഇരുകാലികളെന്നാണ്. കുരിശിന്റെ വഴിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ അങ്ങ് പിടിച്ചു പറഞ്ഞ് വിഴുങ്ങിയെന്നാണ്. ആ വെറിയൻ കൂട്ടം ആക്രമിച്ച കന്യാസ്ത്രീകൾക്ക് വേണ്ടി മതം നോക്കാതെ ഈ നാട് ഒറ്റക്കെട്ടായതിൽ കുശുമ്പ് കുത്തിയ വെള്ളാപ്പള്ളിക്ക് അത് അപരാധമാണ്. അപരാധങ്ങളുടെ ആവർത്തനങ്ങളിൽ ആ വിഷവർത്താനത്തിന് വിലങ്ങിടൽ പോവട്ടെ. ശക്തമായെന്ന് പ്രതികരിക്കാൻ പോലും സർക്കാരും CPM അധീരമായി നിൽക്കുമ്പോൾ വലിയ ചുടുകാട്ടിൽ കേൾക്കാം അശാന്തമായ അസ്വസ്ഥമായൊരു മുദ്രാവാക്യം, കണ്ണേ കരളെ VSA ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ അനൂപ് PR, ശ്രീ PR ശിവശങ്കർ, ശ്രീ BN ഹസ്കർ, ശ്രീ ഫിലിപ്പ് കവിയിൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ ശ്രീ ഫിലിപ്പ് കവിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് കോട്ടയത്ത് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഇതിപ്പോ കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവും കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിൻ്റെ വഴിയിലാണ്. കുരിശിൻ്റെ വഴിയിലുള്ളവന് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ, അത് ഈഴവനുള്ള നാടാണ്. അവിടെയും ഗതി നമുക്കല്ല, കുരിശിൻ്റെ വഴിയിലാണ്. അവിടെ ഈഴവെന്നേ MLA. കോട്ടയം 1, കൊല്ലം 1, എറണാകുളം 1. PJ ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? കണ്ണന്താനം പ്രൈവറ്റ് സെക്രട്ടറി, IAS-കാരനായിരുന്നു. അദ്ദേഹം പിന്നെ BJP ആയി, മന്ത്രിയായി. അദ്ദേഹം അന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങി, ഇവിടെ ഞാൻ 34 കോളേജാണ് ഈ ക്രിസ്ത്യാനിക്ക് കൊടുത്തത്, ഞാനിരുന്ന് ഒപ്പിട്ട്, എന്നിട്ട് ഈ ക്രിസ്ത്യാനിക്ക് നന്ദിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആകട്ടെ, കസേരയിൽ ഇരുന്നിട്ട് കൊടുത്തതാർക്കാ? ക്രിസ്ത്യാനിക്കാണ്. ശ്രീ ഫിലിപ്പ് കവിയിൽ അങ്ങനെയാണോ? ഇപ്പോൾ മലപ്പുറത്തെ പറ്റി ഒരടിസ്ഥാനമില്ലാത്ത വ്യാജങ്ങൾ പറഞ്ഞതുപോലെ ഒരടിസ്ഥാനവുമില്ലാതെ കോട്ടയത്ത് ഇവിടെ മൊത്തം ഇത് ക്രൈസ്തവ മേധാവിത്വമാണ്, ഇവിടെ ഈഴവരൊക്കെ ഇരുകാലികളാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ശ്രീ ഫിലിപ്പ് കവിയിൽ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിൻ്റെ നേതാവാണ് എന്ന് അദ്ദേഹം പലപ്പോഴും മറന്നു പോവുകയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥതകൾ അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് ഒരു വിഷം കണക്കെ വമിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരെന്ന് പറയുമ്പോൾ അതിൽ വിവിധ ആളുകളുണ്ട്. ഈഴവരുണ്ട്, നായന്മാരുണ്ട്, നമ്പൂതിരിമാരുണ്ട്, നായാടിമാരുണ്ട്. ഇതൊക്കെ നമ്മുടെ വെള്ളാപ്പള്ളിയുടെ തന്നെ ഒരു ഭാഷയാണ്. ഈ എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു സമുദായ നേതാവിന് തീർച്ചയായിട്ടും ആ സമുദായത്തിലെ അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരം ഉയർത്തി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതിൽ ഞാൻ വെള്ളാപ്പള്ളി നടേശനോട് ഞാൻ അതിന് തെറ്റ് കാണുന്നില്ല. പക്ഷേ എവിടെയാണ് തെറ്റ്? പച്ചയായി ഇങ്ങനെ വർഗീയത പറയുന്നത് ഈ നാടിൻ്റെ സംസ്കാരത്തിന്, സഹിഷ്ണുതയ്ക്ക്, കൂട്ടായ്മയ്ക്ക് യോജിച്ചതല്ല. അത് ഗുണം ചെയ്യല്ല, ദോഷമേ ചെയ്യുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ്. ഒരു സമുദായ നേതാവും ഇങ്ങനെ വർഗീയത പറയാൻ പാടില്ല.
എന്താണ് വർഗീയത, എന്താണ് സമുദായ ബോധം, സമുദായ സ്നേഹം? സമുദായ സ്നേഹം അല്ലെങ്കിൽ സമുദായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അവനവൻ്റെ സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അതിൽ തെറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താണ് അപ്പോൾ വർഗീയത? ഞാൻ വെള്ളാപ്പള്ളിയെ പറ്റി പറയുന്നില്ല, എന്നെപ്പറ്റി തന്നെ പറയാം. ഞാൻ എൻ്റെ സമുദായത്തിൽ ഉള്ളവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും മറ്റുള്ളവർക്ക് ആർക്കും ഇവിടെ അസ്തിത്വം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന നിമിഷത്തിൽ ഞാനൊരു വർഗീയതയാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അവനവൻ്റെ ആളുകൾക്ക് കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്കും കിട്ടട്ടെ. എന്തിനാണ് വെറുതെ അസൂയയും അസ്വസ്ഥതയും ഈ സമൂഹത്തിൽ പടർത്തുന്നത്? മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷലിപ്തമായ വിഭജനത്തിൻ്റെ ഫിലിപ്പ് കവിൽ ഇവിടെ മറ്റുള്ളവർക്ക് എന്താണ് കുറച്ചെങ്കിലും നന്നാവുമ്പോൾ അസൂയ വരുന്ന അസൂയ കണ്ണുകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ കഴിഞ്ഞ 25-ാം തീയതി ദീപിക മുഖപ്രസംഗം എഴുതുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ മന്ത്രി, മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഇന്നോളം എത്ര ലഭിച്ചെന്ന കണക്കൊന്നും അറിയാതെയല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ. ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു പാർട്ടിക്കുമില്ലെന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കെടുക്കുകയാണെന്ന കണക്ക് അദ്ദേഹം വിശദീകരിക്കട്ടെ. രാജ്യത്തിന്റെ സമ്പത്ത് ആരാണ് പങ്കെടുത്തത്? വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷങ്ങളിൽ മികച്ച സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭയുടേതാണ്. ഏതെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചതുപോലെ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കെടുത്തതാണെങ്കിൽ പരിഹരിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനയും നിയമവാഴ്ചയുമുണ്ട്. ഇതൊന്നും ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പറയുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആളല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി. ഇത് പറഞ്ഞൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് തടയിടണം ഫാദർ ഫിലിപ്പ് കവിൽ, അല്ലേ? തീർച്ചയായിട്ടും ഇത്തരം വിഷലിപ്തമായ പ്രസ്താവനകളെ ഗവൺമെൻറ് നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ക്രൈസ്തവരാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, സ്കൂളുകളുടെയൊക്കെ ഒരു കണക്ക് പറയുന്നത് കേട്ടു. ഈ സ്കൂളുകൾ സത്യത്തിൽ ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കടമ, ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെതാണ്. ഇവിടെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് മാത്രമല്ല മറ്റ് സമുദായങ്ങളുടെയും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് ആരുണ്ടാക്കിയതാണ്? ആ സമുദായത്തിലെ അംഗങ്ങൾ ഉണ്ടാക്കിയതാണ്. ഉദാഹരണം ഞങ്ങളുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്കൂളുകളൊക്കെ പിടിയേരി പിടിച്ചും ഞങ്ങളുടെ സമുദായത്തിലെ അംഗങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ പണം കൊടുത്ത് അവർ പടുത്തുയർത്തിയതാണ്. ഈ സ്കൂളുകളിൽ പഠിക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനികൾ മാത്രമാണോ? അല്ല, ഇവിടെയുള്ള നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരെ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അതുമാത്രമല്ല, മറ്റൊരു ആരോപണം അദ്ദേഹം പറഞ്ഞത് ഈ ക്രൈസ്തവരായിട്ടുള്ള അധ്യാപകർ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ഖജനാവിൽ നിന്ന് കൊണ്ടുപോകുന്ന ഈ പണം എവിടെ നിന്നുള്ളതാണ്? അവർ അധ്വാനിച്ചിട്ടാണ്. ഈ അധ്യാപകർ സ്കൂളിൽ പോയി വെറുതെ കാറ്റും കൊണ്ടിരിക്കുന്നവരല്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അവർ വായലച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ചിട്ട് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനാണ്, അവരുടെ കൂലിയുടെ വേതനമാണത്. അതിനെ നിരാകരിക്കുക, അത് ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ പരിശോധന നടത്തണം. അതാണ് വേണ്ടത്. പോട്ടെ, പക്ഷേ ആ ലോഹ ഇട്ടുകൊണ്ട് ആ ഭാഷ പറയാൻ പറ്റില്ലായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം ഫാദർ ഫിലിപ്പ് കവിൽ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം ഫാദർ ഫിലിപ്പ് കവിൽ. ഷനു വി ആർ, ഇവിടെ ഫാദർ ഫിലിപ്പ് കവിൽ പറഞ്ഞതിന് തുടർച്ചയിൽ വെള്ളാപ്പള്ളി പറയുകയാണ്, എന്താണ് ഈ പറയുന്ന പോലെ ജോലി ചെയ്ത ശമ്പളത്തിന് ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. ആരാണ് ഈ പറയുന്ന അധ്യാപകർ? ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ വലിയ മാല, സ്വർണ്ണമാല ഇട്ടുകൊണ്ട് നടക്കുന്നു. അദ്ദേഹത്തിന് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണമാലയൊന്നുമില്ല, വെറും പാവങ്ങളാണ്. അവരെ വെറും പാവങ്ങളാക്കിയതിൽ 30 വർഷം ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ എന്താണ് ഉത്തരവാദിത്വം ഇല്ലേ പാവങ്ങളാണെങ്കിൽ? കണക്ക് അങ്ങനല്ല പറയുന്നത്. പോട്ടെ, ഉത്തരവാദിത്വം എന്ന ചോദ്യം ഓടാനും ചോദിക്കുകയുമില്ല. അനൂപ് വി ആർ, നാടിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഈ വെള്ളാപ്പള്ളി പറഞ്ഞ തെറിവാക്കിന് കയ്യും കണക്കുണ്ടോ? അത് രഹസ്യമായി ഏതെങ്കിലും ഫോൺ സംഭാഷണത്തിലല്ല, പരസ്യമായി മൈക്ക് കെട്ടി പരമപന്നൻ വിളിക്കാൻ കഴിയാവുന്ന പരമാവധി വൃത്തികേടുകൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. മൈക്രോ ഫിനാൻസിന് തട്ടിപ്പ് കേസാണ് അതിന് കാരണം. അനൂപ് വി ആർ, കോൺഗ്രസിൽ നിന്നും ശക്തമായ ഒരു സ്വരം ഉയർന്നു കേട്ടോ അപ്പോഴെങ്കിലും? പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയർന്നു കേട്ടോ അപ്പോഴെങ്കിലും? കേട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവ് ജയിച്ചു. വെള്ളാപ്പള്ളി ആരെ തോപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചോ ആ പ്രഖ്യാപിച്ച ആൾക്കാരെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ നാട് ജയിപ്പിച്ചു. ആരെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരെ തോപ്പിച്ചു. എന്നിട്ടും എന്തിനാണെന്ന് ശക്തമായ ഭാഷയിൽ നല്ല മറുപടി കൊടുക്കാൻ നിങ്ങൾക്കും മടി, ശ്രീ വി ആർ അനൂപ്? ഹാഷ്മി, നിങ്ങളുടെ റിപ്പോർട്ടർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ശിവഗിരിയിലായിരുന്നു. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള നിയോഗം ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹവും ശ്രീനാരായണീയൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയുമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ആദ്യം മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുന്നു, മുസ്ലിം ലീഗിനെതിരാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു, നിമിഷപ്രിയ സംഭവത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു മഹനീയമായ മാതൃക സൃഷ്ടിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊഴം ക്രിസ്ത്യാനികൾക്കെതിരാണ്. ഇതൊരു തുടർച്ചയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു ചെറിയ ചരിത്രം മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യാസ ശിഷ്യരിൽ പ്രമുഖനായ ധർമ്മതീർത്ഥർ പിന്നീട് മതം മാറി ജോൺ ധർമ്മതീർത്ഥരാകുന്നുണ്ട്.
അദ്ദേഹം ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്തെ CSI സെമിത്തേരിയിലാണ്. ആ CSI സെമിത്തേരിയിൽ ശിവഗിരിയുടെ മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി പ്രാർത്ഥന നടത്തുന്ന കേരളത്തിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ കമുകിൻകോട് ഈഴവ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് ചേരാൻ പോയി എന്നറിയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഈഴവ പ്രമാണിമാർ അവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ ക്രിസ്തു മതത്തോടുള്ള താല്പര്യം അഗാധമാണെന്ന് കണ്ടിട്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത്തരം ചരിത്രമൊക്കെ ചരിത്ര നിരക്ഷരനായ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ഒരു വിഷ വിസർജിക്കുന്ന ഒരാൾ, ഇപ്പോൾ കൊതുക് മലമ്പനി പരത്തുന്നതെന്ന് പറയുന്നത് പോലെ വിഷം സംക്രമിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു ജീവിയായി വെള്ളാപ്പള്ളി നടേശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. താങ്കൾ പറഞ്ഞു ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ഒരാൾ അത്തരമൊരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സരസ്വതി കടാക്ഷമുള്ള നാവിന്റെ ഉടമ എന്ന് പറഞ്ഞ് സമാദരിച്ചതിന് ശേഷം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഈഴവർക്ക് അന്തസ്സ് കൊടുത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാ. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിന് മുമ്പേ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ള ആത്മാഭിമാനികളായ അന്തസ്സുള്ള ഈഴവരുടെ ചരിത്രത്തെ തന്നെ അപമാനിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈഴവർക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളിൽ നിന്ന് അന്തസ്സ് ദാനമായി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ മുഖ്യമന്ത്രിയാണ് അന്തസ്സില്ലാത്ത വർത്തമാനം പറയുന്നത്. CPMന്റെ MLA കൂടിയായ മുകേഷിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളാണ് ഈഴവർക്ക് അന്തസ്സ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അന്തസ്സ് വേണമെന്ന് പറയാനാണ് അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഇവിടുത്തെ ഈഴവ ജനസാമാന്യം ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ചോദിച്ചു. കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് ആരാ? കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ UDFന്റെ അവസാന വാക്ക് UDFന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ, നിങ്ങൾ ശക്തമായ ഭാഷ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഈ പറയുന്ന പദസമ്പത്ത്, വെള്ളാപ്പള്ളിയുടെ ഡിക്ഷണറി VD സതീശൻ ഉപയോഗിക്കില്ല. ആർക്കും പറ്റില്ല. പക്ഷേ രാഷ്ട്രീയമോട് കൊടുക്കാലോ, ശക്തമായ രാഷ്ട്രീയമോട് കൊടുക്കാലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കേരളത്തിന്റെ ജനപ്രതിനിധിയാണ്, ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ്, ഒഫീഷ്യൽ പദവിയിലിരിക്കുന്ന ആളെയാണ് ഒരാൾ വന്ന് പരമവൃത്തികേട് പറയുന്നത്. അനൂപിയാർ ആ ഭാഷയിൽ രാഷ്ട്രീയ മറുപടി പറയാൻ പറ്റും. VS പറഞ്ഞിട്ടുണ്ട്. അല്ല, രാഷ്ട്രീയ മറുപടി പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീനാരായണീയൻ കൂടിയായ VM സുധീരൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾക്കാർക്കും ഇവരെ പേടിയില്ലെന്നേ. ഞാൻ കണക്ക് പറയാം, ഞാൻ ഡാറ്റ പറയാം. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പെർഫോമൻസിലാണല്ലോ നിൽക്കുന്നത്. ഈ സീറ്റിൽ ഇപ്പോൾ പോലും 20 സീറ്റ് 21 സീറ്റ് നിൽക്കുമ്പോൾ 6 സീറ്റുകൾ, 4-1 സീറ്റുകൾ ഇവിടെ ഈഴവ ഭൂരിപക്ഷമുള്ള സീറ്റുകളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജയിച്ചിട്ടുള്ള പറവൂർ എന്ന് പറയുന്നത് ഈഴവ ഭൂരിപക്ഷ മണ്ഡല. രമേശ് ചെന്നിത്തല ജയിച്ചിട്ടുള്ള ഹരിപ്പാട് എന്ന് പറയുന്നത് ഈഴവ ഭൂരിപക്ഷ മണ്ഡല. ഇവിടെ ഈ പറയുന്ന CR മഹേഷ് ജയിച്ചിട്ടുള്ള കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഈഴവ ഭൂരിപക്ഷ മണ്ഡല. കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചിട്ടുള്ള കോട്ടയം ഈഴവ ഭൂരിപക്ഷ മണ്ഡല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചിട്ടുള്ള പാലക്കാട് ഈഴവ ഭൂരിപക്ഷ മണ്ഡലമാണെന്നേ. K ബാബു ജയിച്ചിട്ടുള്ള മണ്ഡലം ഈഴവ ഭൂരിപക്ഷ മണ്ഡല. ഇപ്പോഴും കോൺഗ്രസിന്റെ സീറ്റുകളിൽ 4-1 സീറ്റ് ഈഴവ ഭൂരിപക്ഷ മണ്ഡല. അപ്പൊ ഇവിടുത്തെ ഈഴവ ജനസാമാന്യം ആരുടെ കൂടെ എന്നുള്ള അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്. VM സുധീരനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് VM സുധീരൻ ജയിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് KC വേണുഗോപാൽ ജയിച്ചിട്ടുണ്ട്. VD സതീശനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് VD സതീശൻ ജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഞങ്ങൾ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ നോക്കി, രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചു. ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ നോക്കി, ഷൗക്കത്ത് ജയിച്ചു. ഇല്ലേ? ഈ പറയുന്ന വെള്ളാപ്പള്ളി ആരെയൊക്കെ തോൽപ്പിക്കാൻ നോക്കിയോ? കേരള ചരിത്രത്തിൽ ഇന്നേ വരെ അവർ ചെറിയ ഭൂരിപക്ഷത്തിലല്ല, വലിയ ഭൂരിപക്ഷം ജയിച്ച ചരിത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് പേടി എന്നാണ് ചോദ്യം. എൻ്റെ ചോദ്യം ഇപ്പോഴും എന്താണ് അവിടെ പ്രസക്തം നിൽക്കുന്നത്. ഞാൻ അങ്ങനെ എത്താം അനൂപ് വിആർ. അസ്കറിലേക്ക് എത്തും മുമ്പ് നേരത്തെ അനൂപ് വിആർ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്ന് കാണാം. ഒരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. SNDP പോലുള്ള ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് 3 ദശാബ്ദം ഒരു വ്യക്തി ഇരിക്കുക എന്നത് എല്ലാ തരത്തിലും അപൂർവതയുള്ള കാര്യമാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ
കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല. BN അസ്കർ, ഈ പിന്നാക്ക വികസന കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണമാണല്ലോ. എൻ്റെയും ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെയും നികുതി പണത്തിൽപ്പെട്ടതാണ്. ആ പണത്തിൽ നിന്ന് ചെറിയ പലിശയ്ക്ക് വായ്പ എടുത്തിട്ട് ഇദ്ദേഹം ഉദ്ധരിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഈഴവർക്ക്, അതിലെ പാവങ്ങൾക്ക്, പരമസാധുക്കൾക്ക് കൊള്ളപ്പലിശയ്ക്ക് കൊടുത്ത കേസിലെ ഒന്നാം പ്രതിയായിട്ടോ അവിടെ നിൽക്കുന്നത്. അത് പോട്ടെ, പച്ചവർഗീയത, ഈ പറയുന്ന കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ വണ്ണമുള്ള പച്ചവർഗീയത എന്താണ്, ഇതര മതവിഭാഗങ്ങൾ ഒക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായി വസ്തുതാവിരുദ്ധമായി വ്യാജങ്ങൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ അശ്വമേധം കണക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് CPM-ന് കമാന്ന് മിണ്ടാട്ടമില്ലാത്തത്? എന്തിനാണ് ഈ വാഴ്ത്തുപാട്ട്? അത് ചരിത്രത്തിലെ അപരാധമാവില്ലേ ശ്രീ ഹസ്കർ VS-ന്റെ പാർട്ടിക്ക്? ഹാഷ്മി, ഇതിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കും വിശിഷ്യ CPM നേതാക്കന്മാർക്കും കുറ്റകരമായൊരു മൗനം ഇക്കാര്യത്തിലുണ്ട് എന്ന് ഞാൻ അങ്ങയോടൊപ്പം തന്നെ യോജിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനം. കാരണം ഇടതുപക്ഷ നേതാക്കൾ ആർജിക്കേണ്ട, അല്ലെങ്കിൽ CPM നേതാക്കൾ ആർജിക്കേണ്ട ആർജവ ബോധം ഇക്കാര്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. കാര്യം VS ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ VS-ൻ്റെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തിയിട്ടുള്ള ഊർജ്വലമായിട്ടുള്ള സമരമുഖം തുറക്കുകയായിരുന്നു. അത് ഇപ്പോൾ വലിയ തോതിൽ ഒരു അപകടം ഭയത്തോടുകൂടിയാണ് ഇടതുപക്ഷം വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ സാമാന്യ ഈഴവരെ മൊത്തത്തിൽ കാണാതെ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന ഈഴവരെ മാത്രം കണ്ടുകൊണ്ട് ആ ഈഴവ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷവും CPM-ഉം ചിന്തിക്കുന്നു എന്നിടത്താണ് ഇടതുപക്ഷത്തിനൊരു വലിയ അപജയം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്കായിരുന്ന ഈഴവ സമുദായാംഗങ്ങൾ ഈ വെള്ളാപ്പള്ളിക്ക് ആ വോട്ട് ബാങ്കിൽ ഒരു സ്വാധീനമില്ല. ആ സ്വാധീനം ഉണ്ടായെങ്കിൽ KC വേണുഗോപാൽ അടക്കം, ഈ പറഞ്ഞ തോപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആൾക്കാരടക്കം, രാഹുൽ മാങ്കൂട്ടത്തിലും ഷൗക്കത്തും അടക്കം വീട്ടിരിക്കണം. ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭൂരിപക്ഷങ്ങളിൽ ഈ പറയുന്ന ഈഴവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ ജയിച്ചു എന്ന് ചരിത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി തോപ്പിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെന്തിനാന്നേ പേടി? ഹാഷ്മി, വളരെ കൃത്യമായിട്ട് നമുക്കിതറിയാം. കാരണം വെള്ളാപ്പള്ളി ആരെയൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ തോൽപ്പിക്കണമെന്നും ജയിപ്പിക്കണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊന്നും കേരളീയ സമൂഹത്തിൽ നടന്നിട്ടില്ലാത്തതാണ് എന്നുള്ളത് നമുക്ക് ചരിത്രം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് വെള്ളാപ്പള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ. ഇന്നലെ വരെ അത് മുസ്ലിം സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും എതിരായിരുന്നു എങ്കിൽ ഇന്നത് ക്രിസ്തീയ സമൂഹത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ കന്യാസ്ത്രീകൾക്ക് എതിരെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിനെതിരെ നടത്തിയിട്ടുള്ള RSS ആക്രമണത്തെ തുടർന്ന് കേരളത്തിലെ ക്രിസ്തുമത സഭകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ രോഷം BJP-ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ നിലനിൽക്കുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വളരെ കൃത്യമായി അജണ്ടയോടുകൂടി തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തെ വളരെ അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കുകയും അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യ നിലയിലെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ എന്താണ് ഇടതുപക്ഷം മുസ്ലിങ്ങൾക്ക് പീഡനം നടത്തി എന്തോ ചെയ്യുന്നു വ്യാജം പറയുക, മറുഭാഗത്ത് UDF ക്രൈസ്തവർക്ക് എന്തോ പീഡനം നടത്തി എന്ന വ്യാജം പറയുക എന്ന് പറയുന്നതിലൂടെ വോട്ട് എങ്ങോട്ടേക്ക് കൊടുക്കണമെന്നാണ് ഈ വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകളുടെ കൊട്ടേഷൻ എന്നറിയാത്തവരല്ല മലയാളി. PR ശിവശങ്കർ, നിലമ്പൂരെ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ മലപ്പുറത്തൊക്കെയൊക്കെയാണ് പ്രശ്നം. ഒന്നും അല്ലെന്നാ പുള്ളി പറഞ്ഞു. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. അത് ആ സ്ഥാനാർത്ഥി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. വെള്ളാപ്പള്ളിക്ക് മാത്രം അറിയാത്തതല്ല, വെള്ളാപ്പള്ളി കള്ളം പറയുന്നതാണ്. വെള്ളാപ്പള്ളി എന്ന് മലപ്പുറത്തെ പറ്റി പറഞ്ഞ കള്ളം അത് ഏറ്റുപിടിച്ചവരാണ് BJP. ഇപ്പോൾ കോട്ടയത്ത് നിന്ന്, കോട്ടയം ഏതാണ്ട് ക്രൈസ്തവ മേധാവിത്വമാണ്, അവിടുത്തെ എല്ലാം കുരിശിൻ്റെ വഴിക്കാർ കൊണ്ടുപോയി എന്ന ക്രൈസ്തവർക്കെതിരെ പറയുന്ന വ്യാജങ്ങളെയും BJP ഏറ്റുപിടിക്കുന്നുണ്ടോ ശ്രീ PR ശിവശങ്കർ? BJP ഏറ്റുപിടിക്കണോ എന്നൊക്കെ ഉള്ളതിനെ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഭാഗ്യം, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു ഭാഗ്യം ഞാൻ കണക്കാക്കുകയാണ്. 3 മാനസികാരോഗ്യ വിദഗ്ധരാണ് എൻ്റെ കൂടെ ചർച്ചയ്ക്കുള്ളത്.
ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മാനസികാരോഗ്യ നിലയ്ക്ക് തകരാറുണ്ട് എന്ന് ഈ ഒരു ക്ലാസ്സിലും പോകാത്ത, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത, ഈ വിഷയത്തിൽ ഇന്ന് മാത്രം വിജ്ഞാനമുള്ള ആളുകൾ ഒരു വ്യക്തിയെ, ഈ ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആരുമില്ല, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സുഖം കിട്ടുമെങ്കിൽ സന്തോഷമുള്ളൂ. പക്ഷേ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല, അവതാരകർക്കും ചേർന്നതല്ല. കെട്ട വർത്താനം എന്നെല്ലാം നിരന്തരം പറയുമ്പോൾ കെട്ട വർത്താനത്തിൻ്റെ അശ്വമേധം നടത്തുന്നു. 10 വർഷം പോലും കുളിച്ചാൽ മാറാത്ത ഗന്ധമുള്ള വർത്തമാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് അദ്ദേഹത്തിൻ്റെ SNDP വിഭാഗത്തിൻ്റെ ഒരാളെയും കൂടി ഇരുത്തിയിട്ട് പറയും. എന്നിട്ട് പറയുകയാണ് ഈഴവ വിഭാഗത്തിൻ്റെ പിന്തുണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെയാണോ പിന്തുണ? നിങ്ങളാണോ ജയിച്ചേക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആളുകളൊന്നും പറഞ്ഞ ആളുകളൊന്നും ജയിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് പണി നിർത്തി പോകണം. കാരണം നിങ്ങളെല്ലാവരും തോക്കുമെന്ന് അവസാന നിമിഷം പോലും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പണി നിർത്തണം. വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കും. സുരേഷ് ഗോപിയുടെ കാര്യം പറയല്ലേ, നമുക്ക് സമയമില്ല. ഡ്രൈവർ അടക്കം ഉടായ്പ വോട്ട് ചെയ്തേക്കുക. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ല, അത് വോട്ട് അല്ല, നമുക്കത് ചർച്ച ചെയ്യുന്നത് കുറച്ച് നാൾ ചർച്ച ചെയ്താണല്ലോ. ഏതായാലും ജയിച്ചല്ലോ. നിങ്ങളെപ്പോലെ ഇവിടെ 24 അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കം പല ചാനലുകളും ഈ പറയുന്ന ബാർക്ക് റേറ്റിങ്ങിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തുന്ന കഥയും ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അത് കാരണം അതൊന്നും വേണ്ട, ഈ ആ കഥയൊന്നും ഇങ്ങോട്ടും പറയിപ്പിക്കാം. സുരേഷ് ഗോപി പറഞ്ഞ മാത്രം ജനറൽ സെക്രട്ടറി പറഞ്ഞ ഇടയ്ക്ക് വെച്ച് വേണ്ടല്ലേ, ഞാൻ മറ്റൊരാരും പറഞ്ഞില്ലല്ലോ, ഞാൻ സംസാരിച്ച് തീരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പണി നിർത്തുക, അല്ലെങ്കിൽ ഞാൻ നിർത്താം. അപ്പോൾ ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മാത്രം കഥയല്ലല്ലോ. ഇത് ശ്രീ AK ആൻ്റണി 2003 അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ ഒരു ചെറു ന്യൂനപക്ഷം ചില കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു. ഇത്തരം കാര്യങ്ങൾ ശക്തമായി AK ആൻ്റണി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞ ചുടുകാട്ടിൽ ഇന്ന് അലറി വിളിച്ച് കേൾക്കുന്ന കണ്ണേ കരളെ VSA എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, 2047 ചില ശക്തമായ രീതിയിൽ ഇവിടെ ഒരു അറബിക് വൽക്കരണം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ വൽക്കരണം ഉണ്ടാകും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നിരന്തരമായി ഈ കേരളം ഭരിക്കുന്ന ഭരണകക്ഷികൾ മുഖ്യമന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മറ്റൊരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടാണ് K. സുധാകരനെ പോലുള്ള ഏറ്റവും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻ KPCC പ്രസിഡന്റുമാർ ഒന്നും പറയാത്ത അത്രയും അശ്ലീലമായ, ഏറ്റവും മോശമായ ഭാഷ, മലമ്പനി പരത്തുന്ന കൊതുക് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്? അത് കേട്ട് ഹാഷ്മി പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ച ഒരാളെ പിന്നെ എന്ത് പറയണം അനൂപിയാർ? പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് പറയുന്ന ഒരാളെ അനൂപിയാർ എന്താ പറയണ്ടേ? ഒരു ചർച്ചയ്ക്കെടുക്കുമ്പോ നിങ്ങൾ ഒരു അവതാരകൻ, നിങ്ങൾ അവിടെ പലതും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി, പലതും പൊറോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? അവരുടെ നേതാവ് VR അനൂപിന്റെ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു തീരട്ടെ. നാണമില്ലെന്നൊക്കെ പറഞ്ഞ് ഇടപെടണ്ടേ? നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നി എന്തോ പറയാൻ പറ്റത്തില്ലോ. ശിവശങ്കർ കുറച്ച് BP ഓർക്കെ, കുറച്ച് BP ഓർക്കെ. BP നല്ലതല്ല പ്രായത്തിൽ. ശിവശങ്കർ ഇല്ല, അങ്ങൊന്നും പറയണ്ട. PR ശിവശങ്കർ അവരുടെ നേതാവിനെ പരമപന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? ആ പരമപന്നൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വെള്ളാപ്പള്ളിയാ പറഞ്ഞല്ല, ഞാനല്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ പരമപൻ, ഞാൻ പറഞ്ഞല്ല. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പറയാൻ താങ്കൾ പറഞ്ഞേ നല്ല കാര്യം. ചാനലിൽ വന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേക്ക് ആഷ്മി അത് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കേൾക്കാൻ വന്നവരടുത്ത് പറയുന്നു, നിങ്ങൾ ആരോടാ പറയണേ? നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു എന്താ പറയുക, സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിൻ്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വിൽക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് കാശ്മീർ. നിങ്ങൾ എത്ര ഭാഷയുടെ അടിച്ചാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോയിൽ എന്താ പറഞ്ഞത്? BP കൂടി തനിക്കാണ് എന്ന് രാവിലെ കൂടുണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് താങ്കളാണ് റിവൈൻഡ് ചെയ്യേണ്ടത്. താങ്കൾ ഈ ചുരുങ്ങിയ സമയത്തിൽ താങ്കൾ എന്തൊക്കെ വാക്കാ പറഞ്ഞു PR ശിവശങ്കർ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹാഷ്മി എത്ര പ്രാവശ്യം അതിനകത്ത് ഇടപെട്ടെ?
ഞാൻ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം എടോ ഞാൻ പറഞ്ഞു. പോടോ, ബാക്കി എത്ര തവണയാണ് ആരും വിളിച്ചത് താങ്കൾക്ക് സി ഒരു പി ആർ പ്രശ്നം ശിവശങ്കർ? ഉണ്ടായിരുന്നില്ല. താങ്കളൊരു മലമ്പനി പാർട്ടിയുടെ പരത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട കൊതുക്. വക്താവല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിച്ച് നോക്ക്, പക്വതയാണോ അതെ, ആലോചിച്ച് പക്ഷെ നോക്ക്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ? ഞാൻ ചോദിക്കട്ടെ, അനൂപ് പറഞ്ഞപ്പോൾ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മിയുടെ വായ എവിടെ പോയേ? പരമ പന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. വളരെ നല്ല വാക്കാണോ? പ്രതിപക്ഷ നേതാവിനെ പരമ പന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. എന്ത് മറുപടി? എന്ത് മറുപടി? പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്ന് വിളിച്ചതിന് മറുപടി അനൂപ് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, അത് താങ്കളുടെ ചാനലിൽ ഒന്ന് പറയണോ? അദ്ദേഹം മൈക്കേട്ട് റോട്ടിൽ നിന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം റോട്ടിലിരുന്ന് പറയട്ടെ. ഇല്ല, അനൂപിന്റെ സ്വാതന്ത്ര്യം എന്റെ വീട്ടിലേക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത്. പരമ പന്നെന്ന് നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അനൂപ് വിയാറിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നുള്ള കാര്യം. അത് ഞാൻ ഇടപെടാൻ പറ്റുമോ? അനൂപ്, ആഷ്മി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അദ്ദേഹം വിളിച്ചോട്ടെ. അദ്ദേഹം മൈക്ക് കെട്ടി വെച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് ഇത് വിളിച്ചോട്ടെ. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ വീടിന് മുമ്പിൽ നിന്ന് വിളിക്കാൻ തരുന്നുണ്ടെങ്കിൽ അതും വിളിക്കട്ടെ. എനിക്ക് ഒരു പ്രശ്നമില്ല. ചാനൽ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചു വന്നിരുത്തിയിട്ട് ഈ മാന്യമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ ഈ ടേബിളിൽ താങ്കളുടെ ഭാഷയും അതിലും വിചിത്രവും അവിവേകപരവും ഏറ്റവും അരോചകവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് വേറൊരാളെക്കുറിച്ച് ഈ വൃത്തികെട്ട വാക്ക് പറയാനായിട്ട് നിങ്ങൾ ആർക്കാ അനുവാദം കൊടുത്തത്? അത് കോൺഗ്രസിൻ്റെ ഭാഷയാണോ എന്ന് കോൺഗ്രസ് നാളെ പറയട്ടെ. ഏറ്റവും മോശമായ മലമ്പനി പരത്തുന്ന കൊതുക്, പിന്നെ അതേപോലെ അദ്ദേഹം പറഞ്ഞ വാക്കിന് തിരിച്ച് പറയുന്നില്ല, കാരണം അത് ഒരു മോശമായ ഇത് കാരണം നമ്മളൊക്കെ പലരുടെയും വീടുകളിൽ ആണ് ഈ ശബ്ദം എത്തുന്നത്. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സ്പേസ് കൊടുത്ത ഹാഷ്മിയുടെ അല്ലെങ്കിൽ ഈ 24-ൻ്റെ ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് നാണക്കേടാണ്. നിങ്ങൾ ഈ പറയുന്ന ഇൻട്രോടൊക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇൻട്രോ ആണ്. അതൊന്നും ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെ പറയരുത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു തരാം. മലപ്പുറം വിഷയത്തിൽ നമ്മൾ എത്ര വേണേൽ ചർച്ച ചെയ്യാം. എത്ര സമയമുണ്ടോ? എനിക്കൊരു 5 മിനിറ്റ് തന്നെ ഞാൻ കണക്കിലെടുത്ത് തരാം. എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞല്ലോ 24 ഒരു മിനിറ്റ് അടുത്ത ഘട്ടത്തിൽ എപ്പോൾ വേണ്ടത് ഞാൻ പല വർഷം പറഞ്ഞാണ് എൻ്റെ അടുത്ത കണക്കുകളുണ്ട്. ഇത്രയേറെ SNDP സമുദായത്തിന് പിന്തുണയുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് കെ ബാബുവിന് മാത്രം ജയിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന UDF-ലും കൂടിയിട്ട് കോൺഗ്രസിലും കൂടിയിട്ട് ഒരൊറ്റ ഈഴവ MLA മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടി CPM എല്ലാം കൂടി 20, LDF എല്ലാം കൂടി 26 പേരുണ്ട്. 26 1 27 പേര്. അതാണോ ഒരു ഈഴവ സമുദായത്തിൻ്റെ ഭാഗ്യം? അതുപോലെ തന്നെ ഇവിടെ അയച്ചപ്പെട്ട നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക് 9 പേരുണ്ട്. അതിൽ എത്ര പേരുണ്ട് ഈഴവർ? അതിലെത്ര പേരാണ് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന്റെ ഭാഗം? ഇതെല്ലാം കണക്ക് പറയുമ്പോൾ എന്റെ ചോദ്യം പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് മലപ്പുറത്തെ പറ്റി പറയുന്നത് ഈ പറയുന്നതൊക്കെ സൂചിക്കും. പക്ഷേ ക്രൈസ്തവർ എന്തൊക്കെയോ ഈ കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവർ എന്തോ വെട്ടി വിഴുങ്ങുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്ന വ്യാജം BJP ഏറ്റുപിടിക്കുന്നുണ്ടോ? PR ശിവശങ്കർ ഒറ്റ വാക്കിൽ മറുപടി പറയാമെങ്കിൽ. നിങ്ങൾ പറയുമ്പോൾ ഒറ്റ വാക്ക് പറയണം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നല്ലോ. നമ്മൾ ചർച്ച ചെയ്യാനല്ലേ ഇരിക്കുന്നത്. കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വം എന്തോ അനർഹമായി വെട്ടിവിഴുങ്ങുന്നു ഇത് ഈ വിശദമായി എന്ന നറേറ്റീവ് BJPയുടെ നറേറ്റീവാണോ അതോ വെള്ളാപ്പള്ളിയുടെ മാത്രം നറേറ്റീവാണോ? ഞാൻ പറഞ്ഞിട്ടെന്ന് ഞാൻ ഇതൊക്കെ പറയാൻ തന്നെയല്ലേ ഇരിക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. BJPക്കും SNDP സംഘടനയ്ക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 സംഘടന ഇട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കണം. അവർ കൂടി ഉണ്ടാക്കിയ BDS എന്നുള്ള സംഘടനയെ ഞങ്ങൾ കൂടെ നിർത്തുന്നു. ഞങ്ങൾക്ക് അവരോട് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് പല കാര്യത്തിലും. പക്ഷേ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായം ഒരുമിച്ചല്ല. അതുകൊണ്ടാണ് 2 സംഘടനയത്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു മിനിറ്റ് നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തണം. ആകെ ഇപ്പോൾ 3 പേര് ഏതാണ്ട് 4 പേരും ആ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ അച്ഛൻ മാത്രമാണ് ഒരല്പം മാന്യമായിട്ട് സംസാരിച്ചത്. ഒരു വിഭാഗത്തിനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ഓക്കെ എന്ന് പറയുക. എന്നിട്ട് വീണ്ടും പറയുക മാനസിക നില ഭദ്രമല്ല. മറ്റേ ആൾക്ക് ഹസ്കറിൻ്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോഴേക്കും സംഘടന ഹസ്കറൊക്കെ കുറച്ചുകൂടി മാന്യമായി ഈ സഭയിലില്ലാത്ത അല്ലെങ്കിൽ ചർച്ചയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ മാന്യത നിങ്ങൾ പാലിക്കുക നല്ലതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്കും മാന്യതയൊക്കെ വിടേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് സംസാരിച്ചോ എന്നാണ് ശ്രീ PR ശിവശങ്കർ? മാന്യതൊക്കെ വിടും. ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ശ്രീ VR അനൂപ് ഇവിടെ കെട്ടവാക്കെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ഇത്ര നേരം മാന്യമായി സംസാരിച്ചോ എന്നാണോ താങ്കളുടെ തെറ്റിദ്ധാരണ? ഒരു കാര്യം, ഞാൻ മാന്യമായി സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ ഈ മറുപടിയെ പറ്റുള്ളൂ. മാന്യമായി സംസാരിക്കാൻ ബാക്കി എല്ലാവരും മാന്യത ഇല്ലാത്തവർ, താങ്കൾ മാത്രം ഇരുന്ന് മാന്യമായി സംസാരിച്ചു എന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ട.
ഒരു സംശയമില്ല. വേണ്ട, ഒരു മാന്യതയില്ല സംസാരിച്ച്, ഒരു മാന്യതയില്ല സംസാരിച്ച്. ഓക്കെ, ശരി വി ആർ അനൂപ്, ഇവിടെ ഞാൻ കെട്ട വർത്താനം എന്ന് പറഞ്ഞു. എന്താ പറയുക കെട്ട വർത്താനം? നാടിൻ്റെ ഒരു ജില്ലയെപ്പറ്റി പച്ചക്കള്ളം വർഗീയത പൊളിച്ചു താർന്ന വർത്താനം പറഞ്ഞത് കെട്ട വർത്താനമാണ്. നാടിൻ്റെ മറ്റൊരു ജില്ലയെപ്പറ്റി പച്ചക്കള്ളം, അവിടെ ക്രൈസ്തവ മേധാവിത്വമാണെന്നും കുരിശിൻ്റെ വഴി കറന്തോ അടിച്ചുമാരിക്കൊണ്ട് പോകുന്ന പറഞ്ഞാൽ കെട്ട വർത്താനമാണ്. നാട്ടിലെ സോഷ്യൽ ഫാബ്രിക്കിനെ തളർത്തുന്ന വർത്താനമാണ്. ഞാൻ ഉറച്ചു നിൽക്കുന്നു, അത് കെട്ട വർത്താനം തന്നെയാണ്. വി ആർ അനൂപ്, പക്ഷേ ഈ പരമപന്നൻ താങ്കളുടെ നേതാവിനെ വിളിച്ചാൽ പക്ഷെ താങ്കൾ മലമ്പനി വന്ന കൊതുക് എന്ന് പറഞ്ഞുകൂടാ, അത് മോശം. അനൂപിയാർ, അത് മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു കവിവചനമുണ്ട്. പക്ഷേ ഞാനത് മാപ്പ് ചോദിക്കുന്നില്ല, ഞാൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാരെക്കുറിച്ച് മുൻകാലങ്ങളിൽ വി എം സുധീരനെ കുറിച്ച്, കെ സി വേണുഗോപാലിനെ കുറിച്ചൊക്കെ പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണെന്നേ എന്ന് മാത്രമല്ല, നിരന്തരം മറ്റ് സമുദായങ്ങളെക്കുറിച്ച് ഈ പറയുന്ന തരത്തിൽ ശ്രീനാരായണ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ തരത്തിൽ ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആൾക്ക് വളരെ കൃത്യമായാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ആലങ്കാരികമായ ഭാഷയിലാണ് പറഞ്ഞത്. എങ്ങനെയാണ് കൊതുക് മലമ്പനി പരത്തുന്നത് എന്ന പോലെ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിഷജീവിയെ, ഒരു വിദ്വേഷം പരത്തുന്ന വിഷജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ദാറ്റ് ഐ മീൻ, അതാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഒരു കാര്യം, ശിവശങ്കരനെ പോലെയുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് അതിൽ അലോസ്വരം എന്നൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം ഈഴവ സമുദായത്തിൻ്റെ SNDP ഒക്കെ ചരിത്രം പറഞ്ഞു. ഞാനും അതിൻ്റെ ഭാഗമാണെന്നേ. ഇവിടെ SNDP യോഗത്തിന് മഹത്തായ ഒരു ചരിത്രമുണ്ട്. ബാബറി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് അന്നത്തെ SNDP യോഗത്തിന്റെ സെക്രട്ടറി MK രാഘവൻ പറഞ്ഞത് ഞങ്ങളുടെ മുസ്ലിം സഹോദരന്മാരോടൊപ്പമാണെന്ന. സ്വാമി ശാശ്വതീകാനന്ദ സ്വാമി എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ശിവഗിരിയുടെ മഠാധിപതിയെ കുറിച്ച് ശിവശങ്കരൻ അറിയുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ അന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ ഇവിടെ അയോധ്യയിലേക്ക് പോകേണ്ട, പ്രാണപ്രതിഷ്ഠ നടത്തേണ്ട, കല്ല് പൂജിക്കാൻ അരുവിപ്പുറത്തെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ദീപനാളത്തിൽ നിന്ന് ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് തിരിതെളിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ പോക്കറ്റിലെ തീപ്പെട്ടി എടുത്ത് കത്തിക്കൂ എന്ന് പറഞ്ഞ ശാശ്വതീകാനന്ദ സ്വാമിയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു ശ്രീനാരായണീയൻ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു കോൺഗ്രസ് പ്രതിനിധി മാത്രമല്ല, ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ചരിത്രമൊന്നും ശിവശങ്കറിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ മൂല്യങ്ങൾ, SNDP യോഗം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെ, സമഭാവനയുടെ, മതസൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറയുന്നത്. എങ്ങനെയാണോ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കെതിരെ അന്തിക്രിസ്തു എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ആന്റി ശ്രീനാരായണ ഗുരുവായി പ്രവർത്തിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരു ജീവിതത്തിൽ എന്തൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചോ അതിനൊക്കെ എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വിപരീത പദമാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ശ്രീനാരായണീയൻ എന്ന നിലയിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? മൈക്ക് കെട്ടി പ്രസംഗിക്കണമെന്നാ. മൈക്ക് കെട്ടി എന്നല്ല, 24 ന്യൂസിൽ ഈ ചർച്ചയ്ക്ക് എൻ്റെ പാർട്ടി നിയോഗിക്കുന്നത് ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാടിൻ്റെ അംഗീകാരമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധിയായിക്കൊണ്ട് തന്നെ ഒരു ശ്രീനാരായണീയനായ ഞാനത് നിരന്തരം പറയും. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ മെക്കെട്ട് കയറിയാൻ നോക്കിയാൽ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ മെക്കെട്ട് കയറിയാൻ നോക്കിയാൽ അതേ ഭാഷയിൽ തന്നെ പ്രതികരിക്കും. ഇവിടെ പിണറായി വിജയൻ പറയുന്നത് പോലെ അന്തസ്സ് തന്നത്, ഞങ്ങൾക്കാർക്കും അന്തസ്സ് തന്നത് വെള്ളാപ്പള്ളി നടേശനല്ല, ഞങ്ങളൊക്കെ അന്തസ്സുള്ളവരാണ്, ആത്മാഭിമാനമുള്ള ആളുകളാണ്. ആ അന്തസ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ പ്രതികരിക്കും. ഫാദർ ഫിലിപ്പ് കവിയിൽ ഞാൻ ദീപികയുടെ മുഖപ്രസംഗത്തിൽ തന്നെ പിന്നെ പോവുകയാണ്. അതിൽ പറയുന്നത് എന്താണ്, 2019 പുരോഗമന മതേതര മൂല്യങ്ങൾ വളർത്തുന്നതിന് ഇടത് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സമൂഹം കൂടുതൽ പക്വത പ്രതീക്ഷിക്കും. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലമായതിനാൽ CPM പലതും കണ്ടില്ലെന്നടിക്കും. കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളാവാം അത്. പക്ഷേ വർഗീയ ധ്രുവീകരണത്തിന് മുമ്പെന്നത്തെക്കാളും ഗതിവേഗം ലഭ്യമായ കാലത്ത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമറിയാത്തവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനും വർഗീയവാദികൾക്ക് ആവേശമുണർത്താനും കാരണമാകും. എക്സാക്ട് പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ് ദീപിക. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് വെള്ളാപ്പള്ളിക്കറിയാം, വെള്ളാപ്പള്ളിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം. പക്ഷേ ഇതറിയാതെ കേൾക്കുന്നവർ ഇതൊക്കെ സത്യമാണെന്നും ഏതോ വിഭാഗങ്ങൾ പിടിച്ചുപറിച്ചു കൊണ്ടുപോയെന്നും തെറ്റിദ്ധരിക്കും. ഫാദർ, അതിനെ ചെറുക്കണം, ആ തെറ്റിദ്ധാരണ ചെറുക്കണം. തീർച്ചയായും. അതായത് നമ്മൾ സമൂഹത്തിൽ ഒരിക്കലും വിദ്വേഷവും വെറുപ്പും പരത്താൻ പാടില്ല. അത് ശരിയല്ല, തെറ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് മുസ്ലിം സമുദായത്തിലുള്ളവരെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റാണ്.
ഞാനത് ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിലുള്ളവരെ ആ ഒരു ചിന്ത അവരുടെ തലയിലോട്ട് കയറ്റിക്കൊടുത്താൽ ഞാൻ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ദീപിക പറയുന്നത്. ഒരു അസത്യം തുടർന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിന് സത്യമാണെന്ന് തോന്നിപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ ഗീബൽസിയൻ തന്ത്രം, അതായത് തുടർച്ചയായി അസത്യങ്ങൾ പറഞ്ഞ് അത് സത്യമാണെന്ന് പ്രചരിപ്പിക്കുക. അത് ശരിയല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ മതസൗഹാർദ്ദം പുലർത്തുക തന്നെ വേണം. എന്തുകൊണ്ട് ഒരു മതത്തെ ഉപേക്ഷിച്ച് മറ്റേ മതത്തിന് പുറകെ പോകണമെന്നല്ല. ഓരോരുത്തർക്കും അവനവൻ്റെ മതം വിശ്വസിക്കുകയും അത് പരത്തുകയും ഒക്കെ ചെയ്യാം. അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആ മതം പ്രാക്ടീസ് ചെയ്യാം, ആ മതം പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ആരെയും പ്രലോഭിപ്പിച്ചോ നിർബന്ധപൂർവമോ കെണിയിൽപ്പെടുത്തിയോ മതം പ്രചരിപ്പിക്കരുത്. അവിടെയാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണം. സത്യത്തിൽ ഈ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? സാഹോദര്യവും സ്നേഹവും അല്ലേ? യേശുക്രിസ്തു അതാണ് പഠിപ്പിച്ചത്, ശ്രീനാരായണ ഗുരു അതാണ് പഠിപ്പിച്ചത്. എന്നിട്ട് ഇവിടെ കിടന്ന് മനുഷ്യർ തമ്മിൽ തല്ലുവാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അവനവൻ്റെ സമുദായം പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ആ കാര്യത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി പറയാം. അത് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ഇകഴ്ത്തി കാണിച്ച് അവരെല്ലാം നമ്മളെയുടെ അവകാശങ്ങൾ കട്ടുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പറയുന്നതിലാണ് വർഗീയതയുണ്ട്. പച്ചയായ വർഗീയത പറയുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയുവാനുള്ള ആർജവത്വം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. വോട്ടുകൾക്ക് വേണ്ടി അത് കണ്ണടച്ചാൽ അത് ആര് ചെയ്താലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ ഹസ്കർ അവിടെ പറഞ്ഞു, ശ്രീ BN ഹസ്കർ, ഞാൻ അദ്ദേഹത്തിനോട് പല ചർച്ചയ്ക്ക് എഴുതിയിട്ടുള്ള ആളാണ്. എന്ത് മാന്യമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹവും പറഞ്ഞു തെറ്റാണ്, വെള്ളാപ്പള്ളി ഈ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്. പിന്നെ ഈ മലമ്പനിയും കൊതുകൊക്കെ അതൊരു ആലങ്കാരികമായ പ്രയോഗമായിട്ട് എടുത്താൽ മതി. എന്താണ് മലമ്പനി? അതൊരു മാരകമായ രോഗമാണ്. ആ രോഗം ആരാണ് പരത്തുന്നത്? കൊതുകാണ് പരത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന മാരക രോഗം ഈ സമൂഹത്തിൽ ഏത് കൊതുകുകൾ കുത്തിവെച്ചാലും ഈ സമൂഹം അത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കണം, അതിനെതിരെയുള്ള പ്രതിവിധികൾ സ്വീകരിക്കണമെന്നാണ് എളിയ അഭിപ്രായം. നന്നായി പറഞ്ഞു ഫാദർ, താങ്ക് യു. ഞങ്ങളിലേക്ക് എത്താം. ശ്രീ BN ഹസ്കർ, ഇവിടെ VS-നെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ BDJS എന്ന് പറയുന്ന സംഘടന ഈ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? BJP കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അത് അവിടെ നിന്ന് ഇവിടം വരെ ഈ പറഞ്ഞ കൊടുങ്കാറ്റ് പോലൊക്കെ വന്ന് അന്ന് പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെ മുദ്രാവാക്യമൊക്കെ ഇടയ്ക്ക് കേട്ടായിരുന്നു കേട്ടോ. ഇപ്പം അദ്ദേഹം ക്രൈസ്തവ വേട്ട തുടങ്ങിയെങ്കിലും തുടങ്ങി VS ഇറങ്ങിയിരുന്നു. VS തെരുവൊക്കെ പോയി കടുത്ത ഭാഷയിൽ പറഞ്ഞു, അടിച്ചടിച്ച് നിന്നു. അങ്ങനെയാണ് BDJS എന്ന് പറഞ്ഞ സംഘടനയുടെ ഈ പറഞ്ഞ ശതമാനം കുത്തനെ ഇടിഞ്ഞ് അതൊരു ശുഷ്ക സംവിധാനം മാറി. എന്തുകൊണ്ടാണ്? VS തെരുവിലിറങ്ങി നിന്നുകൊണ്ടാണ്. അങ്ങനെ തെരുവിലിറങ്ങി നിൽക്കുന്ന ഒരു ചരിത്ര ദൗത്യമാണ്. ആ ദൗത്യം നിറവേറുന്നതിൽ ഇപ്പോഴത്തെ CPM എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ശക്തമായി 4 വർത്താനം പറയാൻ പോലും നേതാക്കൾക്ക് പറ്റാത്ത എന്താണ്? സൈബർ കടന്നൽ എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, കമാന്ന് മിണ്ടുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കമാന്ന് മിണ്ടുന്നുണ്ടോ? ഈ വർഗീയ പ്രസ്താവനയുടെ ഈ പറഞ്ഞ വായ്ത്താരി ഉണ്ടാകുമ്പോൾ അത്രയും എന്താണ് നമ്മൾ സെൻസിബിൾ എന്ന് കരുതുന്ന മനുഷ്യന്മാർ പോലും മിണ്ടുന്നില്ലാന്നേ. എന്തിനാണ് ഈ പേടി, മൗനം? ഹസ്കർ, അല്ല, അതുകൊണ്ട് തന്നെയാണ് ഹാഷ്മി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, CPM നേതാക്കൾ കുറ്റകരമായ മൗനം ആണ് ഇപ്പോൾ അവലംബിക്കുന്നത്. കാരണം VS എടുത്തിരുന്ന ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ ഊന്നി പറയേണ്ടി വരുന്നു എന്നതാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടപെടലുകൾ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി ശാശ്വതീകാനന്ദയും അതുപോലെ VS-ഉം ഒക്കെ ചേർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്ന SNDP-യുടെ നേതൃനിരയിലേക്കും SN-ട്രസ്റ്റിൻ്റെ നേതൃനിരയിലേക്കും ഇദ്ദേഹത്തെ അവരോധിച്ചതൊരു തെറ്റായിപ്പോയിരുന്നു എന്ന് ആ 2 മഹാരഥന്മാരും ഇപ്പോൾ കരുതുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരത്തിൽ ഈ ശ്രീനാരായണ ദർശനത്തെ ആകമാനം തിരിച്ചറിയാനാവാത്ത വിധം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അധംപതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ നവോത്ഥാന സമിതിയുടെ സെക്രട്ടറി എന്ന പദത്തിൽ അദ്ദേഹത്തെ അവരോധിച്ചിരിക്കുന്നത് പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്നുള്ളതാണ്. കാരണം അതിനി അദ്ദേഹത്തെ അവിടെ തുടരുന്നത് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് അപമാനമാകും എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പരമപ്രധാനവും വിശിഷ്ടവുമായിട്ടുള്ള ഒരു കൃതി എന്ന് പറയുന്നത് ദൈവദശകമാണ്. അപ്പോൾ ആ ദൈവദശകം ഒരാവർത്തി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിരുത്തി വായിക്കാനുള്ള ഒരു ത്യാഗമനോഭാവം ഇക്കാര്യത്തിൽ ചെയ്തിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വിഷം പുരണ്ട്
പൊതുസമൂഹത്തിൽ നമ്മളെപ്പോലുള്ള ആളുകളെ കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത പറയിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ശ്രീ PR ശിവശങ്കരനെ പോലുള്ള പ്രിയപ്പെട്ട PR ശിവശങ്കരനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SNDP യോഗത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്ന ഒരാൾ ചർച്ചയിലില്ല എന്നുള്ള ഏറ്റവും വ്യസനം അദ്ദേഹത്തിന് വരേണ്ടതില്ല. കാരണം വളരെ കൃത്യമായി വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം ഉയർത്തിയ സമീപകാല വർത്തമാനകാല ദർശനങ്ങളെയും വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്തു തന്നെയാണ് കേരളത്തിലെ BJPയും സംഘപരിവാറും നിലനിൽക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ശ്രീ PR ശിവശങ്കർ ഇത്രയും നേരം വർത്തമാനം പറഞ്ഞത് എന്നതാണ് വസ്തുത. ആ വസ്തുത കൃത്യമായി പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന PR ശിവശങ്കർ ഇവിടെ ഛത്തീസ്ഗഡിൽ വെറുപ്പിന്റെ മതവറിയുടെ വക്താക്കൾ നമ്മുടെ പാവ അമ്മമാരെ ഓടിച്ചിട്ട് ആക്രമിച്ചു, അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ അവരുടെ കൂടെയുള്ളവരെ മർദ്ദിച്ചു, വാക്കുകൊണ്ട് വൃത്തികേട് പറഞ്ഞു അകത്താക്കി. ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കും. അത് ഇന്നല്ല നാളെയാണെങ്കിലും നിൽക്കുമെന്നേ. അതിനകത്ത് ജാതി മതമൊന്നും ആരും നോക്കില്ല. നാട് തെരുവിലിറങ്ങും, അവർക്ക് വേണ്ടി ശക്തമായി വാദിക്കും, സംസാരിക്കും. അതാ മഹാൻ ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും ഭയങ്കര അപരാധമായി പോയി എന്നാ വെള്ളാപ്പള്ളി പറയുന്നത്. അങ്ങനെ ചിന്തയുള്ള ആളുടെ ചിന്ത കെട്ട ചിന്ത എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടേ PR ശിവശങ്കർ? നോക്കൂ, കേരളം നിന്ന് ബഹുമാനപ്പെട്ട അവിടുത്തെ കന്യാസ്ത്രീമാരുടെ ഒപ്പം കേരളം നിന്നപ്പോൾ BJP നിന്നിരുന്നു. BJPക്ക് ശരിയെന്നുള്ള കാര്യം BJP ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്തുന്നത് ശരിയല്ല. ഇവിടെ ഇപ്പം നോക്കൂ, അനൂപ് പറഞ്ഞ മറ്റൊരു കാര്യം നോക്കൂ. അനൂപ് ശാശ്വതികാനന്ദയുടെ കാര്യം പറഞ്ഞു. ഹസ്കർ ആണെങ്കിൽ ദൈവദശകം നിരന്തരം വായിച്ചുകൊണ്ട് അതിനകത്തുനിന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഇവരാരും സ്വാമി സച്ചിദാനന്ദ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം ചെയ്ത വലിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഗാന്ധി ദർശനങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒരക്ഷരം ഉണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കേട്ടോ, അനൂപ് ശിവഗിരി മഠത്ത് നിന്ന് നിരന്തരം ഇറങ്ങുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കും സ്വാമി ശാശ്വതാനന്ദ മാത്രമല്ല ഇപ്പോഴത്തെ ശിവഗിരി മഠത്തിൻ്റെ ചെയർമാൻ്റെ കാര്യവും കൂടി അദ്ദേഹം ഒന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഞാനൊരു പലവട്ടം ഈ ശിവഗിരി മഠം സന്ദർശിക്കാൻ വിളിച്ചിട്ടുണ്ട്, വന്നില്ല. അപ്പോൾ അനൂപിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് ആരെങ്കിലും അങ്ങോട്ടൊന്ന് കൊണ്ടുവരണം. അത്രയേറെ മഹത്തായ സ്നേഹമാണല്ലോ താങ്കളുടെ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾക്ക്. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ കഴിഞ്ഞ അവർക്കറിയാം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴൊക്കെ നിരന്തരം കത്തെഴുതിയിട്ടും പല കാര്യങ്ങൾക്കും പുല്ല് വില കൊടുത്തില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് ആ സ്വാമിമാർ നിരന്തരം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയാണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായപ്പോഴും അത് സന്ദർശിക്കുകയും അങ്ങോട്ട് നിരന്തരമായി എന്ത് ആവശ്യം ഉന്നയിച്ചാലും നടത്തി തന്നിരുന്നെന്ന് സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം SN ട്രസ്റ്റിൻ്റെ ചെയർമാൻ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഈ ഒരു ഹാഷ്മി താങ്കൾക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് വെച്ചുകൊണ്ട് ചരിത്രത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ പറയരുത്. SN ട്രസ്റ്റിന് അഭിപ്രായമുണ്ട്, അത് താങ്കളുടെ കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല, മറ്റു പല അഭിപ്രായമുണ്ട് എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സംഘടനയ്ക്കകത്ത് നമുക്ക് വേണ്ടത്ര സ്വാധീനം കിട്ടുന്നില്ല, നമുക്ക് വേണ്ടത്ര വോട്ടിൻ്റെ ശക്തി കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ്സിന് ആകെ ഒരു 7 MLA-മാരേ ഉള്ളൂ, എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ സ്വാധീനമുള്ളിടത്ത് നമ്മളുടെ ആളുകൾ വളർന്നു വരുന്നില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചാൽ അത് വളരെ മഹാപാപമാണ്. പക്ഷേ കുന്തിരിക്കം മേടിച്ചു വയ്ക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പാലാ ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ്മിക്ക് അന്ന് ഒരു പ്രകടനാത്മകമായ അവതാരിക എഴുതുവാനോ വായിക്കുവാനോ താല്പര്യമില്ല. ഇതെല്ലാം കാണിക്കുന്നത് ഒരു ചൊല്ലുണ്ട്, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത്? നിങ്ങൾക്കാർക്കെതിരെയാണോ വാ തുറക്കാൻ ഭയമുള്ളത്? VS-ൻ്റെ ഭാഷ പറഞ്ഞ വാ തുറക്കാൻ ഭയമുള്ളത് അവരാണ് നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്നവർക്ക്, നിങ്ങളുടെ നേതാക്കൾക്ക് നിങ്ങൾക്ക് ശമ്പളം തരുന്നവന് വലിയ മാലയില്ലായിരിക്കാം, പക്ഷേ അവൻ്റെ സാമ്പത്തികമായ ഒരു ശക്തി കണ്ടുകൊണ്ട് ഷെയർ പെർസെൻറ്റേജ് ആർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഒരു നിരന്തരമായി അവരെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം, വ്യക്തിപരമായ താല്പര്യം എല്ലാം ഈ മാധ്യമത്തിൻ്റെ അവതാരകൻ എന്നുള്ള ഒരു ലേബലിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം മറ്റുള്ള അവരുടെ അഭിപ്രായം സുരേഷ് ഗോപി നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതെനിക്കറിയാം. പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ പറയില്ലേ, ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക്, അതിന്റെ ഉൾപ്രേക്ഷയിലേക്ക് പറയുമോ? അപ്പോൾ
ഞാൻ പച്ച ഒന്ന് നിർത്തുന്നത് പറയാമോ? മലയാളത്തിൽ പറഞ്ഞ ശമ്പളം തരുന്നവന് വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം ഇങ്ങനെ ഒരു 7:30 മണിക്ക് വിളിച്ചു പറയുക എന്നുള്ളത് താങ്കൾക്ക് പറ്റും. കന്യാസ്ത്രീകളെ വേട്ടയാടിയ ബജരംഗദളിനെതിരെ നാടൊറ്റക്കെട്ടായി നിന്നതിൽ വെള്ളാപ്പള്ളിക്ക് കുരുപൊട്ടി. താങ്കൾക്ക് പൊട്ടുന്നുണ്ടോ ആ കുരു? പി ആർ ശിവശങ്കർ അത് പറ, അതിന് മറുപടി പറ. അതിന് മറുപടി പറഞ്ഞ അതിന് ചോദിച്ചപ്പോഴത്തേക്കാണ് താങ്കൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ അതിന്റെ ഉൾപ്രേക്ഷയിലേക്ക് അതിനെ ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ പറഞ്ഞു പോയത്. പോട്ടെ, നമ്മുടെ സമയം കഴിയണം, അതുകൊണ്ട് നമുക്ക് അതിൽ തർക്കിയ സമയം. പി ആർ ശിവശങ്കർ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇടവേള പോയത്. താങ്കൾ പറഞ്ഞു പൂർത്തിയാകും. പി ആർ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ പണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ സാറ്റ് കളിക്കുമ്പോൾ സുല്ല് എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ BJP വക്താക്കൾ ആരായാലും പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ അവതാരകർക്കെതിരെ പറഞ്ഞ ഉടനെ ഇടവേള വരും, സുല്ല് വരും. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് ജനങ്ങൾ പറയുന്നത് കുറേ പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഈ നാട് നടത്തിയ നീക്കത്തിൽ വെള്ളാപ്പള്ളിക്ക് വിദ്വേഷമുണ്ട്, BJPക്ക് ആ പ്രശ്നമുണ്ടോ? എന്റെ ചോദ്യം അതായിരുന്നു. താങ്കൾ അതിന് മറുപടി തെന്നി മാറി ഉത്തരം കിട്ടാത്ത സുല്ലിട്ട് ഏതോ വഴിക്ക് പോയത്. ഒരു തെന്നി മാറില്ല. ഹാഷ്മി, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BJP ഈ പ്രശ്നത്തിൽ മറ്റെല്ലാവരെയും പോലെ മുന്നിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പോയി. ഇന്നും അനൂപ് ആന്റണി അവിടെ ഡൽഹിയിലുണ്ട്, കന്യാസ്ത്രീ റിപ്പോർട്ട്. നിങ്ങൾ പിടിച്ച് അകത്തിട്ടു, രാജീവ് ചന്ദ്രശേഖരൻ, നിങ്ങൾ അവരെ മതപരിവർത്തനക്കാരാക്കി, നിങ്ങൾ അവരെ മനുഷ്യക്കടത്തുകാരാക്കി, എന്നിട്ട് അനൂപ് ആന്റണി പോയി എന്തോ ചെയ്തെന്നോ? ആഷ്മി, ഇത് നിങ്ങൾ പിടിച്ചിട്ടു ഞങ്ങൾ പിടിച്ചിട്ടു എന്നുള്ളതല്ല. ഒരു ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന പോലീസുകാർ തല്ലിക്കൊല്ലുമ്പോഴും അതുപോലെ മറ്റേ ചെല്ലുമ്പോഴും എല്ലാം CPM-നാണോ നിങ്ങൾ കുറ്റം പറയാം? അതല്ലെങ്കിൽ ഏതെങ്കിലും പത്രപ്രവർത്തകൻ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കഥകളുണ്ട്. ആഷ്മി അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അതിന്റെ ഇപ്പൊ 24-ൽ എന്തൊരു ബാലിശവാദമാണ്. BJPയുടെ ഒരു പ്രധാന നേതാവ് വന്നിരുന്നു. എന്തൊരു വില കുറഞ്ഞ നിലവാരം കെട്ട ബാലിശവാദമാണ് ശിവശങ്കറെ താങ്കൾ ഉന്നയിക്കുന്നേ. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ 2 പാവം കന്യാസ്ത്രീകളെ കള്ളക്കഥ പറിച്ച് അകത്തിട്ടു. അത് ചോദിച്ചപ്പോഴേക്കും ബലാത്സംഗം ചെയ്യുന്ന മാധ്യമ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ചോദിക്കുന്നേ. അയ്യേ, ഇങ്ങനെ നിലവാരം താഴാവോ പി ആർ ശിവശങ്കർ? BJPയുടെ അഭിപ്രായം കേൾക്കാൻ വിളിച്ചപ്പോൾ നിലവാരം നിങ്ങളുടെ നിലവാരത്തിലേക്ക് താണു. ഞാൻ എത്തി, അത് സമ്മതിച്ചു. പരമമായ നിലവാരത്താഴ്ചയല്ലേ ചോദ്യം? ഞാൻ ചോദിച്ചത് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 പാവം കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടു എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ചോദിക്കുമ്പോഴേക്ക് അങ്ങ് ചോദിക്കുകയാണ് ഏതോ മാധ്യമപ്രവർത്തകർ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്താൽ അതിന് ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തനം ഞാൻ ഏറ്റെടുക്കണമെന്ന്. കഷ്ടമല്ലേ ശിവശങ്കർ? ഇങ്ങനെ ആവാവോ? ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റി, അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാരോ BJPയുടെ സംഘടനയോ അതിൻ്റെ കൂടെ നിന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റുവെച്ചാൽ ഞങ്ങൾ എന്തിനാണ് അതിനെ ഏറ്റെടുക്കുന്നത്? ഞങ്ങൾ ശക്തമായി പറഞ്ഞല്ലോ അത് തെറ്റാണെന്നും അത് വേണ്ട കൂടെ കൊടുക്കണമെന്നും ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും അടക്കം. അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ MP-മാർ MLA-മാരെ പോയുള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അവിടെ പോയിരുന്നുകൊണ്ട് അതിന് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ ശ്രമിക്കുന്നത്? അതും നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനൊരു തെറ്റുമില്ല അല്ലേ? ഞങ്ങളത് കഴിഞ്ഞു, അത് സെറ്റിൽ. 2 പാവം അമ്മമാരെ പിടിച്ച് ജയിലിനകത്തിട്ടാണോ സ്പർദ്ധ? അത് പറയുന്നതാണോ സ്പർദ്ധ? ഒരു പ്രശ്നവുമില്ലാന്ന് ബിഷപ്പ് പറയുന്നു. 2 പാവം അമ്മമാരെ പിടിച്ച് അകത്തിടുന്നതാണോ സ്പർദ്ധ? പച്ചക്കള്ളം പറഞ്ഞ് അകത്തിടുന്നതാണോ സ്പർദ്ധ? NIA പോകുന്നതാണോ സ്പർദ്ധ? അതോ ഞങ്ങൾ പറയുന്നതാണോ സ്പർദ്ധ? എന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഏതോ മാധ്യമപ്രവർത്തകർ പീഡിപ്പിച്ച കഥ പറയും. നിങ്ങൾ ഈ കുന്തിരിക്കം ശബ്ദം ഉയർത്തി പറഞ്ഞുകൊണ്ട് അത് നീതിമോ ചരിത്രമാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുന്തിരിക്കവും മറ്റും പറഞ്ഞ കഥയിൽ അതുപോലെ തന്നെ മതം മാറ്റുന്നതിൽ അല്ലെങ്കിൽ ലവ് ജിഹാദിപ്പെടുത്തുന്നതില്, ബിഷപ്പിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നതില്, അവരെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നതില്, അതിലൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ല. നിങ്ങൾക്ക് കെട്ട വർത്താനമായി നിങ്ങൾക്ക് തലയ്ക്കുമ്പോൾ തൂങ്ങുക. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അവർ മനുഷ്യക്കടത്തുകാരെന്നാ പറഞ്ഞേ. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അവർ അവർ മതപരിവർത്തനക്കാരെന്നാ പറഞ്ഞേ. നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങൾ BJP-കാരനാ. അത് ചോദിക്കുമ്പോൾ ഏതോ മാധ്യമപ്രവർത്തകന്റെ പീഡനക്കഥ പറയല്ലേ ശിവശങ്കറെ? ഞാൻ പറഞ്ഞത് അവിടെ അത്തരം പ്രവർത്തനം നടന്നെങ്കിൽ ഞങ്ങൾ എതിരായിട്ട് ചെയ്തവരാന്നേ. ഞങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പോയിട്ട് അത് തെറ്റാന്ന് പറയുകയും അവരെ രക്ഷിക്കാൻ കൂടുന്നവരും അവരുടെ കുടുംബത്തിനും അവർക്കും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഹാഷ്മിക്ക് അത് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കോൺഗ്രസിനും സഹിക്കാം, CPM-നും സഹിക്കാം, ഹാഷ്മിക്ക് സഹിക്കില്ല. അത് വലിയ പ്രശ്നമാണ്. ഏതോ നാട്ടിൽ പോയി ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പാവങ്ങളെ സേവിക്കുന്ന മനുഷ്യർ എനിക്ക് നോവും സാറേ. അശ്മി, എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ സൗണ്ടും കൂട്ടി വെച്ച് ഉറക്കെ പറയണതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം?
എന്നോട് ചോദ്യം ചോദിക്കുക, നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, അതിന് ശബ്ദം കൂട്ടി വയ്ക്കുക, എൻ്റെ ശബ്ദം കുറച്ച് വയ്ക്കുക, BJP പ്രവർത്തകർ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ശബ്ദം കുറച്ച് വെച്ച്, ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം? ഇതൊക്കെയാണോ ഒരു വാർത്താ അവതരണം? ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനങ്ങൾ ചാനൽ വിട്ട് ഓടുകയാണ്. നിവർത്തിയില്ലെങ്കിൽ സീരിയൽ കാണുകയാണ് കാശ്മീർ. നിങ്ങളുടെയൊക്കെ മുഖവും നിങ്ങളുടെ ചർച്ചയും കാണുന്നേക്കാൾ ഭേദം ഈ സീരിയൽ കാണണമെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ, ഇതൊന്നും മനസ്സിലാക്ക്. ഞങ്ങളെ ചാനലിന്റെ അവതാരകർ മാത്രമല്ല, അല്ലാണ്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുഴുവൻ ആറ്റുപറ്റിയൊന്നും ഏറ്റെടുത്തില്ലല്ലോ. വീണ്ടും തുടങ്ങി. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ്. ഇനിയും ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവന തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് തുടർന്നില്ലെങ്കിൽ നല്ലത്. കാര്യം ഒരു മതം അന്യനും നിന്ദ്യമെന്നുലോതും കരു അവരൻ്റെ കണക്കി ന്യൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യമൊന്നുതാ എന്നറിവളവും ഭ്രമം നിറഞ്ഞിടണം എന്ന ആത്മോപദേശത്തിൽ പറയുന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവാണ്. ആ ഗുരുവിൻ്റെ സാരം വെള്ളാപ്പള്ളിക്ക് മനസ്സിലാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്മരണയിൽ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.